കഴിഞ്ഞ ദിവസം പുഴയിൽ കണ്ട ഒരു ജീവിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതിനെ കണ്ടപ്പോൾ കുറച്ച് നേരം ഇതിനെ നോക്കിയിരുന്നു. പെട്ടെന്ന് കണ്ടില്ല, കുറേ നേരം നിന്നപ്പോഴാണ് ഇതൊരു ജീവിയാണെന്ന് മനസ്സിലായത്. ശരിക്കും ഇതിനെ നമ്മളൊരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ശരിക്കും വില പിടിക്കുന്നത്. ശരിക്കും അവിടെ കാണുന്ന ചെറിയ ചെറിയ കമ്പുകളുടെ കൂട്ടത്തിൽ കിടന്നിട്ട് അതേപോലെ തോന്നിക്കുന്ന വിധം കിടന്നിട്ട് ചെറിയ മീനുകളെ അകത്താക്കുകയാണ് ഇതിൻ്റെ പ്രധാന പരിപാടി. എന്നാലും ഞാൻ അതിനെ ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കാണുമ്പോൾ കോലാൻ എന്ന മീനെ പോലെ ഇരിക്കുമെങ്കിലും പക്ഷെ അതല്ല. ഇത് ആകെ 14 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇതിപ്പോൾ 2 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അത്രയൊക്കെ വലുതാവുള്ളൂ ഏകദേശം. കാരണം ഗൂഗിളിൽ ഇതിനെ നീഡിൽ ഫിഷ് എന്നാണ് പറയുന്നത്. അധികം വലുതാവില്ല. ഇപ്പം അധികം ഫ്രഷ് വാട്ടറിലും കാണും, ഇതുപോലത്തെ ഉള്ള പുഴകളിൽ കായലുകളിലും കാണും ഇതുപോലത്തെ. അപ്പോൾ ഇതിനെ നോക്കിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ ഞാൻ 3-4 കമ്പുകളും ഇപ്പോൾ കളറ് മാറണ ഒരു സ്വഭാവം ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള ഒരു കയ്യിൽ കിട്ടിയൊരു ഇത് പൂവാണത് ഇട്ട് കൊടുത്ത് കളർമ. പക്ഷേ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും പേടിച്ചിരിക്കണോണ്ട് വേറെ വ്യത്യാസമൊന്നും കണ്ടില്ല. എന്തായാലും ഇതിനെ കാണാൻ നല്ല രസമാണ്. ശരിക്കും അത് ഒരു കൂർത്ത ചുണ്ടുകളാണ്. അപ്പോൾ അത് വെച്ചാണിത് ചെറിയ മീനുകളെ പിടിക്കുന്നത്. വളരെ ചെറുതാണ്, 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ളൂ ഇതിന്. എന്തായാലും ഞാനിപ്പോൾ അതിൻ്റെ മറ്റൊരു ജോഡി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ഏതായാലും അതിലോട്ട് തന്നെ പുഴയിലോട്ട് തന്നെ വിടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കാണാൻ സൂര്യപ്രകാശം വെച്ച് നല്ല രസമാണ് ഇതിനെ കാണാൻ. ശരിക്കും ഇങ്ങനെ ഇത് മാത്രമല്ല, ഇതുപോലത്തെ പല ജീവികളുണ്ട്. ശരിക്കും നമ്മൾ വേലിയേറ്റ സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ആ കമ്പുകളെ കൂടി കിടന്നിട്ട് അതിൻ്റെ കളറിലായിട്ട് ശരിക്കും നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. ഇതിനെ പിടിക്കാൻ ചെന്നാൽ പെട്ടെന്ന് എളുപ്പമല്ല പിടിക്കാൻ. ശരിക്കും ഇത് നല്ല ചാട്ടക്കാരനാണ്. ഞാനിപ്പോൾ കുറേ നേരം ശ്രമിച്ചിട്ടാണ് ഇതിനെ പിടിച്ചത്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് തന്നെ നമുക്ക് ഇടാം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചിലപ്പോൾ ഇപ്പോൾ പേടിച്ചിട്ടുണ്ട്. ശരിക്കും ആ ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ കുത്തണ പോലും കാണിക്കണത്. അത് ശരിക്കും നല്ല കാഴ്ചയുള്ള ജീവിയാണ്. നമ്മൾ ലോങ്ങിൽ വരുമ്പോൾ തന്നെ ഇത് ശരിക്കും ചാടിക്കളയും. വളരെ പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ഇത് കുറച്ചും കൂടി വലുതാകുമെന്ന് തോന്നണം. കാരണം ഗൂഗിളിൽ ഇതിനെ കാണിക്കണത് ഏകദേശം 14 സെൻറ്റിമീറ്ററോളം വലുതാകുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇത് ഇത്തിരി ചെറുതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കൈവിരലിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു ബ്രൗൺ നിറത്തിലാണ്. എന്നാൽ ഫുൾ വൈറ്റ് കളറുള്ള ഒരു മീനുണ്ട് അവിടെ. അതെനിക്ക് തോന്നുന്നു ഫീമെയിലോ അല്ലെങ്കിൽ മെയിലായിരിക്കും. 2 കൂടിയാണ് ഇര പിടിക്കണത്. ശരിക്കും അത് പെട്ടെന്ന് നോക്കിയാലൊന്നും കാണില്ല. കുറേ നേരം ഇതിനെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇതിനെ കാണുള്ളൂ. ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടാണ് ഇതിനെ കണ്ടത്. ഇത് ശരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാണ്ട് വേറെ കമ്പുകൾ വന്നുകൊണ്ട് നമുക്ക് അതാണെന്ന് തോന്നിക്കോളൂ. പെട്ടെന്ന് നമ്മൾ ഇതിനെ നോക്കിയെന്നാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഒന്ന് കണ്ണ് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും. കുറേ ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണത് പെട്ടെന്ന് ഇത് കാണാണ്ടാവും. നമ്മൾ ശരിക്കും തോങ്ങി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിചയമില്ലാത്തവർ നോക്കി കഴിഞ്ഞാൽ ഒരു കമ്പിൻ്റെ കഷ്ണമാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ എനിക്കിത് മനസ്സിലായത് ഇത് കുറച്ചും കൂടി വലുതായിട്ട് ശേഷം കമ്പിൽ ഇങ്ങനെ നേരെ കമ്പ് പല ടൈപ്പിലും കിടക്കുമല്ലോ വെള്ളത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഇത് കിടന്നതിൻ്റെ ഇതിനെ പിടിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇതിനെ നമ്മൾ പുഴയിലോട്ട് തന്നെ വിടണം. ഏതായാലും ഇതിനെ നമ്മൾ കൊന്നു കളയാൻ പാടില്ല. ശരിക്കും ഇത് നമ്മുടെ അടുത്ത് നിന്നാൽ വേണമെങ്കിൽ ഇര പിടിക്കാണ്ട് ഇര കിട്ടാണ്ടത് ചത്തു പോകും. അപ്പോൾ ഏതായാലും ഇതിനെ പുഴയിലേക്ക് തന്നെ വിടാൻ പോണെയാണ്. കാരണം ഇതുപോലുള്ള ചെറിയ ജീവജാലങ്ങൾ നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. കാരണം ഇതിന് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഇര പിടിക്കുന്ന രീതി, നിറമാറുന്ന ജീവി നമ്മൾ ശരിക്കും നമ്മൾക്ക് 1-2 ജീവികൾ മാത്രമേ അറിയാമുള്ളൂ. പക്ഷേ കായലിൽ അല്ലെങ്കിൽ കടലിൽ ഇങ്ങനെ കുറേ ജീവജാലങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഞാൻ പുഴയിൽ